നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കോൺഗ്രസിൽ നിന്നും പുറത്താക്കി തരൂ എന്ന് കേണ് അപേക്ഷിക്കുകയാണ് ശശി തരൂർ. എന്നാൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പ്രിയങ്കയും ഒന്നും ഈ കേണപേക്ഷ കേട്ട മട്ടില്ല. എങ്ങനെയെങ്കിലും കോൺഗ്രസിൽ നിന്ന് ഒന്ന് പുറത്താക്കി കിട്ടിയാൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസിനെ ശരിപ്പെടുത്തുന്ന കാര്യം താനേ ഏറ്റു എന്നാണ് CPM-നും BJP-ക്കും ശശി തരൂർ നൽകിയിരിക്കുന്ന വാഗ്ദാനമത്രേ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തരൂർ ഇത്രയേറെ പ്രകോപനമുണ്ടാക്കിയിട്ടും അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വം ഒന്നും ചെയ്യാതിരിക്കുന്നത്. നെഹ്റു കുടുംബത്തിൻ്റെ കുടുംബവാഴ്ചയാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണമെന്ന് ലേഖനം എഴുതിയിട്ട് പോലും തരൂരിനെ തൊടാൻ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം, അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മല്ലികാർജ്ജുന ഖാർഗെയും ഒന്നും തയ്യാറാകാത്തത് യഥാർത്ഥത്തിൽ തരൂരിൻ്റെ ഈ ഹിഡൻ അജണ്ടയെ ഭയന്നിട്ടാണ്. തരൂർ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അന്തകനാകുമെന്നുള്ള ഭയം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട്. തരൂരിനെ നടപടിയെടുത്ത് പുറത്താക്കിയാൽ അദ്ദേഹം കേരളത്തിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തും. ആ നീക്കങ്ങൾ 2026 തെരഞ്ഞെടുപ്പിന് മുൻപായാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ആത്മഹത്യാപരമായിരിക്കും. തന്നെ കോൺഗ്രസിൽ നടപടിയെടുത്ത് പുറത്താക്കിയാൽ, കോൺഗ്രസിൽ നിന്നും നടപടിയെടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ മാറ്റി നിർത്തുകയോ ചെയ്താൽ തരൂർ പുതിയ രാഷ്ട്രീയ നീക്കവുമായി രംഗത്ത് വരും. അത് കേരളത്തിലെ കോൺഗ്രസിനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ തൽക്കാലം തരൂർ എന്തു പ്രകോപനം ഉണ്ടാക്കിയാലും ഒന്നും മിണ്ടണ്ട, അത് അവഗണിച്ച് കളയാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. എന്താണ് തരൂരിൻ്റെ ഈ ഹിഡൻ അജണ്ട? CPM-ഉമായും BJP-യുമായും ഒരേ സമയം വിലപേശുകയാണ് തരൂർ എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ താൻ നേതൃത്വം നൽകി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നില്ല എങ്കിൽ, കാരണം കോൺഗ്രസിനെ നയിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം തരൂരിനുണ്ടായിരുന്നെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് അത് വെട്ടിക്കളഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വവും രാഹുലും പ്രിയങ്കയും മല്ലികാർജ്ജുന ഖാർഗെയും ഒന്നും തരൂരിനെ മൈൻഡ് ചെയ്തതുപോലുമില്ല. അതോടുകൂടി യഥാർത്ഥത്തിൽ തരൂർ പ്രതികാര രുദ്രനായി മാറുകയായിരുന്നു. അങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാധ്യതകളെ അസ്തമിപ്പിക്കാൻ, അവസാനിപ്പിക്കാൻ BJP-യുമായും CPM-ഉമായും തരൂർ ഒരേ സമയം ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞത്. ഇത് കൃത്യമായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസിനെ ശരിപ്പെടുത്തി മൂലക്കിരുത്തിയാൽ CPM-ഉം BJP-യും തരൂരിനെ സഹായിക്കും. CPM-ന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ തരൂരിനെ മുൻനിർത്തി ഉണ്ടായിരുന്നു. തരൂർ കോൺഗ്രസ് വിട്ടുപോരുന്നൊരവസ്ഥയുണ്ടായാൽ തരൂരിനെ CPM-നും ഇടതുമുന്നണിക്കും ഒപ്പം നിർത്തി വേണമെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്താൻ പിണറായി വിജയൻ ഒരുക്കമായിരുന്നു. കാരണം അങ്ങനെയെങ്കിലും അടുത്ത തവണ അധികാരത്തിൽ വരുന്നതിൽ നിന്നും UDF-നെയും കോൺഗ്രസിനെയും തടയണമെന്ന് തന്നെയായിരുന്നു പിണറായി വിജയൻ ആഗ്രഹിച്ചത്. ഇതേ ആഗ്രഹം വേറൊരു തരത്തിൽ കേരളത്തിലെ BJP-യും മുന്നോട്ട് കൊണ്ടുപോയി. കേരളത്തിലെ കോൺഗ്രസ് തകർന്നു കിട്ടിയാൽ, പ്രത്യേകിച്ച് തരൂരിൻ്റെ കൂടെ ഒരു വിഭാഗം വിട്ടുപോന്നാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രാഷ്ട്രീയ നേട്ടമായിരിക്കും. അവരിൽ പലരെയും തങ്ങളുടെ കൂടെ ചേർക്കാമെന്നുള്ള ആഗ്രഹവും BJP-ക്ക് ഉണ്ടായിരുന്നു. പണ്ട് K. കരുണാകരൻ കോൺഗ്രസ് വിട്ടപ്പോൾ ഉണ്ടായ അതേ അവസ്ഥ തന്നെ തരൂർ കോൺഗ്രസിൽ നിന്ന് പോന്നാൽ ഉണ്ടാകുമെന്ന് BJP-യും കരുതി. K. കരുണാകരനൊപ്പം കോൺഗ്രസ് വിട്ട പലരും, പ്രത്യേകിച്ച് അണികളാരും ഇപ്പോഴും കോൺഗ്രസിലേക്ക് തിരിച്ചു പോയിട്ടില്ല. താഴെ തട്ടിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പഴയ കരുണാകരൻ പിളർന്നു പോയതാണ്. കരുണാകരനൊപ്പം പോയ ആരും തന്നെ, നേതാക്കൾ ഒഴികെ മറ്റാരും തന്നെ തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ അടിത്തറ കേരളത്തിൽ ദുർബലമായത്. അതേ തരത്തിലൊരു നീക്കം ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് CPM-ഉം BJP-യും ഒരുപോലെ പ്രതീക്ഷിച്ചു. ഇത് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂർ എന്തു പറഞ്ഞാലും അദ്ദേഹത്തെ അവഗണിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് ഇനി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും എല്ലാം നേരിട്ട് പള്ളു പറഞ്ഞാൽ പോലും കോൺഗ്രസ് നേതൃത്വം മിണ്ടില്ല. കാരണം രക്തസാക്ഷി പരിവേഷം നൽകി തരൂരിനെ പ്രകോപിപ്പിച്ച് അദ്ദേഹത്തെ പുറത്താക്കിയാൽ തരൂർ അതുകൊണ്ട് നേട്ടങ്ങളുണ്ടാക്കും. തരൂരിന് ഒരിക്കലും രക്തസാക്ഷി പരിവേഷം നൽകാതെ 2026 ശേഷം പതിയെ കോൺഗ്രസിൽ നിന്നും ഒറ്റപ്പെടുത്തി പുറത്തേക്ക് കളയുക എന്ന തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. തരൂരിനെ പ്രകോപിപ്പിച്ചാൽ അദ്ദേഹം കോൺഗ്രസ് പിളർത്തി പുറത്തു പോകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ തരൂരിൻ്റെ പുറത്തുപോകൽ, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസിൻ്റെ ഇടയിലൊക്കെ വലിയ പിന്തുണയുള്ള ആളാണ് ശശി തരൂർ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയാൽ അത് വലിയൊരു പ്രത്യാഘാതം പ്രതിസന്ധി പാർട്ടിക്കുണ്ടാക്കും. അതുകൊണ്ട് സാവധാനത്തിൽ പതിയെ തരൂരിനെ കളയാം. തൽക്കാലം ഇലക്ഷൻ വരെ തരൂർ എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കണമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം.